ചങ്കുകളെ നമ്മളെ നാളെ പാചകം ചിക്കൻ കുഹു കുഹു എങ്ങനെയുണ്ട് നോക്കാം. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നല്ല തേങ്ങാപ്പാലിൻ്റെ ചിക്കൻ്റെ ഒക്കെ സ്മെല്ലില്ലേ കിടും. ഒരു ഇഡലി കൂട്ടം ഇല്ലെങ്കിൽ ഈ അരിപ്പ എന്ന് പറയും. അത് നമ്മൾ ഈ അരി ഒക്കെ കണ്ണാപ്പ എന്നൊക്കെ പറയാം. അരികൾ അതിൻ്റെ ഹോളുള്ള സാധനം. ഇത് എടുക്കുക. ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഇച്ചിരി സവാളയും തക്കാളിയും ഇച്ചിരി തേങ്ങാപ്പാലും കാന്താരി മുളകും കരിവേപ്പിലെല്ലാം കൂടെ മിക്സ് ചെയ്തങ്ങ് ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഹോളുള്ള പാത്രം വയ്ക്കുക. ശ്രദ്ധിച്ചോണം, ഈ ഹോളുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ ചെറിയ 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 പീസായിട്ട് കട്ട് ചെയ്യുക. ഈ ചിക്കനകത്ത് ജിഞ്ചർ ഗാർലിക്കും ഇച്ചിരി വെളിച്ചെണ്ണയും ഇച്ചിരി ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഇച്ചിരി ഗരം മസാലയും കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് ഞെവിടണം. നന്നായിട്ട് ഞെവിടി ഈ കുറേ 10 മിനിറ്റ് വെച്ച് കുറച്ച് വിനീഗർ വേണമെങ്കിൽ ആഡ് ചെയ്യും. എന്നിട്ട് ഇത് എടുത്ത് ഹോളുള്ള പാത്രത്തിൽ വെക്കണം. വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് പുഴുങ്ങണം. ചിക്കൻ കുഹു കുഹു എന്ന് പറയുന്നത് പുഴുങ്ങണം. പുഴുങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ അടിയിൽ കിടക്കുന്ന തേങ്ങാപ്പാലും വെള്ളവും സവാളയും എല്ലാം കൂടെ തിളക്കത്തില്ലേ? തിളയ്ക്കുമ്പോൾ ഈ ആവി വന്ന് എവിടെ അടിക്കും? ചിക്കനിലായിരിക്കും. അപ്പോൾ ചിക്കൻ ചൂടാവും. ചിക്കൻ ചൂടാകുമ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടറും ഫാറ്റും എല്ലാം കൂടെ താഴോട്ടിറങ്ങും. ഇല്ലേ? താഴെ നിന്നൊരു സൂപ്പും കുടിക്കാം, മേളിൽ നിന്നൊരു ടച്ചിങ്സും ആവും. സിമ്പിളല്ലേ? അപ്പം അങ്ങനെ ചിക്കൻ കുഹു കുഹു ഈ പറയുന്ന സ്പീഡായിട്ട് പോകുന്നു. നല്ല ചെറുപ്പക്കാർക്ക് ഒരു ടച്ചിങ്സ് ആയിട്ട് വേണം. അതിനകത്ത് മസാലയില്ല, ഫ്രൈ ചെയ്തൊന്നുമില്ല. നല്ല ബോയിൽഡ് നല്ല സ്റ്റീംഡ് ചിക്കൻ മോമോസ് പോലെ ഇരിക്കും. ഹെൽത്തി ഓപ്ഷൻ. സൂപ്പറാന്ന് പറഞ്ഞാൽ